ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നുണ്ടെങ്കിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലരുണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പോവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴാണ് കുഴഞ്ഞു പോകുന്നത്. പക്ഷേ ഈ രീതിയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരനായിരിക്കും. പിന്നെ വെളുത്തുള്ളി വേണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഒരു ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1 കിലോ എന്ന് പറയുന്നത്. അതിലേക്കായിട്ട് 1 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു അളവിൽ മുളക് പൊടി ചേർക്കും. പിന്നെ 3 വറ്റൽമുളക്, അതുപോലെ തന്നെ 1 ഉള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇടിച്ചക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെള്ളത്തിൽ തന്നെ ഇടുക, ഇല്ലെങ്കിൽ കളർ മാറിപ്പോവും. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഉപ്പ് ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വെച്ചിട്ട് വേവിക്കരുത്, ചെറിയൊരളവിൽ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ചക്ക കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ചക്കയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർക്കാം കേട്ടോ. ചക്കയുടെ ഒരു പകുതി ഭാഗം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 3 പച്ചമുളകും 1 ഉള്ളിയും 3-4 ഇതിൽ കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. നല്ല ജീരകം. ഇതാദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് പൾസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ പച്ചമുളകും ഉള്ളിയും ജീരകവും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രം ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കും. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 ഭാഗം മാത്രം ചേർത്തിട്ടൊന്ന് പൾസ് ചെയ്യുന്നത്. എപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തേങ്ങ അരഞ്ഞു പോരുത്. എൻ്റെ മിക്സിയിൽ പൾസ് ചെയ്യുമ്പോൾ തന്നെ വേഗം അരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒന്ന് പൾസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള തേങ്ങ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചക്ക ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക എല്ലാം കുക്കായി. ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കുകയല്ല, നമ്മളൊരു പൊട്ടറ്റോ മാഷർ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് അരഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം. അത്യാവശ്യം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് മുരിഞ്ഞു വരാൻ ആവശ്യമായ വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്ക റെഡിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ചക്കയിലും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ചക്കയിലേക്ക് മഞ്ഞൾപ്പൊടി പിടിക്കുകയും വേണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറണം. നമ്മുടെ ചക്കയുടെ ആ ഒരു നനവൊന്ന് കുറഞ്ഞു കിട്ടണം. പിന്നെ വലിയ പീസുകളുണ്ടെങ്കിൽ ഒന്ന് ഈ സമയത്ത് ഉടച്ചു കൊടുക്കാം. കുറച്ച് പീസുകളൊക്കെ വേണം കേട്ടോ. അപ്പോഴാണ് ചക്കത്തോറിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നതിനേക്കാൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ അരച്ച മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാത്തത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ മുളക് പൊടി ചേർക്കേണ്ടത്, ചേർക്കുകയാണെങ്കിൽ കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ്. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി ചക്കയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇടയ്ക്ക് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ
നമ്മുടെ ചക്ക നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നടുഭാഗത്തൊരു സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഈ നടുഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടി തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ചക്ക ഉപയോഗിച്ച് തന്നെ നമ്മൾ ഈ അരപ്പിനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ അരപ്പിൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട്, ആ പച്ചമുളകിൻ്റെ ഉള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. ലിഡ് കൊണ്ട് അടച്ചു വയ്ക്കുന്നത് ചക്ക ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഒരുപാട് സമയം വേണ്ട കേട്ടോ, ഒരു 1/2 മിനിറ്റ് മതി. ഒന്ന് ആവി കയറണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു 1/2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്നതിന് മുൻപ് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ആവി വന്നു തുടങ്ങി. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ അരപ്പ് ഒന്ന് കുക്കായി കിട്ടണം, അത്രേ സമയമേ ഉള്ളൂ നമുക്ക്. പിന്നെ ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ല ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വല്ലാതെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇടിച്ചക്ക തോരൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.